ചെറുതായൊരപ്പത്തിൽ നിറവായൊരു ദൈവമിതാ നറുമീഞ്ഞിൻ തൊഴിലിൽ നിണമാർന്നൊരു സ്നേഹമിതാ. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. വേറെ ആരെയും മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ വികാരി അച്ഛനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ ധ്യാനഗുരുവിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ മിനിസ്ട്രിയുടെ തലവനെ കണ്ടിട്ട് നിങ്ങൾ ഓടരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള സഭയെ നയിക്കുന്നവരെ കണ്ടിട്ട് നിങ്ങൾ ഓടരുത്. ആരെ കണ്ടിട്ട് ഓടണം? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ തീക്ഷ്ണതയോ നിങ്ങളുടെ വിശ്വാസത്തെയോ ഒക്കെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ വാർത്തകളിലും ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വരാം. ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, നിങ്ങൾ വേറെ ആരെയും നോക്കരുത്. സഭ വിട്ടുപോകാം എന്ന് ചിന്തിക്കരുത്. ഇനി ഈ സഭയെ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്യണം? ആരെ മുന്നിൽ കണ്ടുകൊണ്ടേ ഓടാവൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഈശോ നമ്മളോട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24 എടുക്കുക. മത്തായി 24 ഈശോ ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:8 മുതൽ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അത് മാത്രം എന്നൊക്കെ പറഞ്ഞ്, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. മനസ്സിലായി? ഇപ്പം നിങ്ങൾ വാർത്ത കാണുന്നതും നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതും TV കാണുന്നതും യൂട്യൂബിൽ കാണുന്നതും ഒക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം. സഭയിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്നെ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മടുത്തു. ഈ അടിയും ഈ വഴക്കും ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ മടുത്തു. ഇതെന്താണ് നമ്മുടെ സഭയിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അനേകര് ഹൃദയം തകർന്ന് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അവിടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മനുഷ്യർ ഹൃദയം തകർന്ന് പറയുകയാണ്, ഇതൊക്കെ എന്താണിത്? എനിക്ക് അവരോടെല്ലാം ഒരു കാര്യം പറയാനുള്ളൂ, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. 10-ാമത്തെ വാക്യം ഉറക്കെ വായിക്ക്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. മനസ്സിലായോ? അനേകര് വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. വിശ്വാസികളുടെ ഇടയിൽ അനേകര് വിശ്വാസം ഉപേക്ഷിക്കും. അനേകർക്ക് വിശ്വാസം എന്താണ്? ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ